വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം എഹെസ്കേൽ പ്രവചനം 46 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46-ാം വാക്യം. ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. യേശു കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിന് തൊട്ടു മുൻപായി നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇവിടെ യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശു കർത്താവിൻ്റെ പീഠാനുഭവം, ക്രൂശ് മരണം ഇവ മാത്രമല്ല, മറിച്ച് മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള ഒരു യാത്രയും കൂടെയായിരുന്നു. ഈ യാത്രാവേളയിലാണ് കുരുടനായ ഭിക്ഷക്കാരൻ ബർത്തിമായിയെ യേശു കാണുന്നത്. തനിക്ക് എങ്ങനെയാണ് സൗഖ്യം ലഭിച്ചത് അഥവാ കാഴ്ച ലഭിച്ചത് എന്ന് ബർത്തിമായി നമ്മോട് പറയുന്നു. അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, യേശു ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ബർത്തിമായി ദരിദ്രനും അവശനും കാഴ്ചയില്ലാത്തവനും ആയിരുന്നുവെങ്കിലും മതപരമായ ഉൾക്കാഴ്ചയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതിനാൽ തന്നെ യേശുവിനെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുവാനായിട്ട് ബർത്തിമായിക്ക് സാധിച്ചു. ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് ബർത്തിമായി നിലവിളിക്കുന്നു. കുറിയേലൈസോൻ എന്ന് ബർത്തിമായി ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. യേശുവിനെ ഇപ്രകാരം പരസ്യമായി ആരെങ്കിലും അഭിസംബോധന ചെയ്യുന്നത് ഈ സുവിശേഷത്തിൽ ഇവിടെ മാത്രമാണ്. ബർത്തിമായി യേശുവിൻ്റെ കരുണയുടെ നിഴലിൻ കീഴിൽ അഭയം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അഥവാ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ: എനിക്ക് കാഴ്ച ലഭിക്കണം. കാഴ്ച ലഭിക്കുന്നതിലൂടെ തന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിവർത്തിക്കണം എന്ന ചിന്തയും ബർത്തിമായിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കാഴ്ച ലഭിച്ചവൻ യേശു കർത്താവിനെ അനുഗമിച്ചു എന്നും കാണുന്നു. യേശു കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കിയ ബർത്തിമായിക്ക് യേശു കർത്താവിനെ അനുഗമിക്കുവാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, ദീർഘവർഷങ്ങളായുള്ള നമ്മുടെ തിരുവചന പഠനത്തിലൂടെ യേശുവിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മാത്രമല്ല, മനസ്സിലാക്കിയ യേശുവിനെ നാം അനുഗമിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട് ബർത്തിമായി നമ്മോട് പറയുന്നത് തടസ്സങ്ങളെ അതിജീവിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നാണ്. യേശുവിനെ സമീപിക്കുമ്പോൾ പല തടസ്സങ്ങൾ ബർത്തിമായിക്ക് ഉണ്ടായിരുന്നു. പ്രധാനമായും ജനക്കൂട്ടം ഒരു തടസ്സമായിരുന്നു. ഈ ജനക്കൂട്ടം ഒന്നുകിൽ പെസഹ പെരുന്നാൾ പ്രമാണിച്ച് യെരുശലേമിലേക്ക് പോകുന്നവർ ആയിരിക്കാം, അല്ലെങ്കിൽ യേശു കർത്താവ് വരുന്നതറിഞ്ഞ് തിങ്ങിക്കൂടിയ ജനക്കൂട്ടവും ആകാം. എന്നാൽ 48-ാം വാക്യത്തിൽ ജനക്കൂട്ടം അവനെ ശാസിക്കുന്നതായിട്ട് കാണുന്നു. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും എന്ന് അവിടെ കാണുന്നു. എന്നാൽ അവന് യേശുവിനരികിലേക്ക് ചെല്ലുവാൻ ശിഷ്യന്മാരും ഒരു തടസ്സമായിരുന്നു. അതിലുപരി തൻ്റെ അന്ധതയും യേശുവിനരികിലേക്ക് ചെല്ലുവാനുള്ള ദൂരത്തെ വർദ്ധിപ്പിച്ചു. എന്നാൽ ഇവയൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. പുറമെ അന്ധനെങ്കിലും ഉള്ളിലുള്ള വെളിച്ചം കൊണ്ട് ഈ പ്രതിസന്ധികളെ നേരിടുവാൻ ബർത്തിമായിക്ക് സാധിക്കുന്നു. ആ വെളിച്ചം യേശു കർത്താവിലുള്ള വിശ്വാസമായിരുന്നു. ഇവിടെ യേശുവിലേക്കുള്ള ദൂരം കുറയ്ക്കുവാൻ തനിക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കിയതിനെ എല്ലാം ബർത്തിമായി ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ ചെറിയ സമ്പാദ്യം, അതുവരെ തനിക്ക് സുരക്ഷിതത്വം നൽകിയിരുന്ന തൻ്റെ പുതപ്പ്, നടക്കുവാൻ തന്നെ സഹായിച്ച ഊന്നുവടി, ഇവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനരികിലേക്ക് എത്തുന്ന ഒരു ബർത്തിമായിയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ യേശുവുമായുള്ള ദൂരം കുറയ്ക്കുകയും യേശുവിനരികിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ബർത്തിമായി. പ്രിയമുള്ളവരെ, യേശുവുമായുള്ള അകലം വർദ്ധിപ്പിക്കുന്നതായ എന്തെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ? അവയെ തിരിച്ചറിഞ്ഞ് കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കുവാനും എൻ്റെ കർത്താവും ഞാനുമായുള്ള അകലം കുറയ്ക്കുവാനും അങ്ങയോട് ചേർന്നിരിപ്പാനും എന്നെ സഹായിക്കണമേ. ആമേൻ.